കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരി ഓർമ്മയായിട്ട് 9 വർഷം. മലയാളത്തിലും സംസ്കൃത ഭാഷയിലും മനോഹരമായ കവിതകളും ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ചു യൂസഫ് അലി കേച്ചേരി. പാട്ടിൻ്റെയും കവിതകളുടെയും ലോകത്തു നിന്ന് കവി വിടവാങ്ങിയത് 2015 മാർച്ച് 21-നാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളിലൂടെ കൃഷ്ണപ്രേമവും ഭക്തിയും സൗന്ദര്യ ആരാധനയും മലയാളികളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് യൂസഫ് അലി കേച്ചേരി. കുട്ടിക്കാലത്ത് കവിതകൾ രചിച്ചാണ് അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്. സംസ്കൃതത്തിലുള്ള ഗാനങ്ങളടക്കം 200-ലേറെ സിനിമകൾക്ക് അദ്ദേഹം ഗാനങ്ങൾ എഴുതി. അർത്ഥസമ്പുഷ്ടമായ കവിതകളിലൂടെ പിന്നീട് അദ്ദേഹം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട കവിയായി മാറി. കവിത എഴുതാൻ വേണ്ടിയാണ് യൂസഫ് അലി കേച്ചേരി ജീവിച്ചത് തന്നെ. എന്നാൽ ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സിനിമാ ഗാനങ്ങളും എഴുതേണ്ടി വന്നു എന്ന് തന്നെ പറയാം. കവിതയെ സാധാരണക്കാരനോട് അടുപ്പിച്ച അദ്ദേഹം സിനിമാ ഗാനങ്ങളെ പണ്ഡിതരുടെയും പ്രിയപ്പെട്ട സാഹിത്യമാക്കി മാറ്റി. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് സംസ്കൃതം എന്ന ദേവഭാഷയും. ദേവന്മാരുടെ ഭാഷയാണെങ്കിലും മാതൃഭാഷ കൂടിയാണ് സംസ്കൃതം. സംസാരിക്കപ്പെടാതെ, എഴുതപ്പെടാതെ പുതിയ കാലത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഗവേഷകർക്ക് പോലും കടുകട്ടിയായ സംസ്കൃതത്തിൽ പാട്ടെഴുതാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു മലയാള കവിയും യൂസഫ് അലി തന്നെയാണ്. ആ പാട്ടുകൾ സാധാരണക്കാരന്റെ ചുണ്ടുകളിൽ പോലും തത്തിക്കളിച്ചപ്പോഴാണ് സംസ്കൃതത്തിന്റെ സൗന്ദര്യം പുതിയ തലമുറ മനസ്സിലാക്കിയത്. ഇന്ത്യയിൽ സംസ്കൃതത്തിൽ മുഴുനീള ഗാനങ്ങൾ എഴുതിയ ഒരേ ഒരു കവിയും യൂസഫ് അലി തന്നെയാണ്. ബാബുക്ക മുതൽ എം ജയചന്ദ്രൻ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗാനരചയിതാവായി പ്രതിഭ തെളിയിക്കുമ്പോഴും യൂസഫ് അലി കേച്ചേരിയുടെ ഭൂരിഭാഗം ഗാനങ്ങളും പിറന്നത് ബോംബെ രവി, ദേവരാജൻ, മോഹൻ സിത്താര എന്നിവർക്കൊപ്പമാണ്. സൈനബയാണ് യൂസഫ് അലി കേച്ചേരിയുടെ ആദ്യ ചിത്രം. 5 കന്യകകൾ, സൂര്യഗർഭം, രാഘവീയം തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സംഗീതമേ അമരസല്ലാപമേ, ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, മുറുക്കി ചുവന്നതോ മാരൻ മുത്തി ചുമപ്പിച്ചതോ, അനുരാഗലോല രാത്രി, ചിത്തിരത്തൂണിയിൽ അക്കരെ പോകാൻ എത്തിയിടാമോ പെണ്ണെ, 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ എന്നീ വരികളിൽ സന്തോഷത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഊഷ്മളത ചേർത്തെഴുതി യൂസഫ് അലി കേച്ചേരി. ഗസൽ പൂക്കളിൽ കാവ്യസൃഷ്ടി നടത്തി കലാകാരനായ യൂസഫ് അലി കാലാതീതമായി സുറുമകൾ എഴുതിയ മിഴികളെ എഴുതി. അദ്ദേഹം കൃഷ്ണഭക്തിയിലേക്ക് അഭിരമിച്ചപ്പോൾ കൃഷ്ണകൃപാസാഗരം പിറന്നു. 3 സംസ്കൃത പദങ്ങളിലേക്ക് തൻ്റെ അഭേദ്യമായ ഭക്തി സമന്വയിപ്പിച്ച രചന യൂസഫ് അലിയിലെ കൃഷ്ണാരാധന മറ്റൊന്നുകൂടി ആസ്വാദകന് പരിചയപ്പെടുത്തുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ആനിലക്കണ്ണ എന്ന ഗാനത്തിലൂടെ സംസ്കൃതം തീരെ ഉപയോഗിക്കാതെ ഒരു അന്ധൻ തൻ്റെ ഈശ്വരനെ കരളുരുകി വിളിക്കുന്ന ഒരനുഭവം. തുടർന്ന് മധു സംവിധാനം ചെയ്ത സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിന് അദ്ദേഹം തിരക്കഥ എഴുതി. നീലത്താമര, വനദേവത, മരം എന്നീ 3 ചിത്രങ്ങൾ സംവിധാനവും ചെയ്തു. മഴ എന്ന സിനിമയിലെ ഗാനരചനയ്ക്ക് അദ്ദേഹം ദേശീയ പുരസ്കാരം നേടി. അർത്ഥസമ്പുഷ്ടമായ കവിതകളിലൂടെ, ധ്വനിസാന്ദ്രമായ പാട്ടുകളിലൂടെ ആ സർഗ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. മഴ എന്ന സിനിമയിലെ ഗേയം ഹരിനാമധേയം എന്ന പാട്ട് കേൾക്കുമ്പോൾ സംസ്കൃത വാക്കുകളെ പറ്റി ചിന്തിച്ച് തല പുണ്ണാക്കാതെ മലയാളി അനുഭവിച്ചത് പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും അനുഭൂതിയാണ്. അതുതന്നെയാണ് ആ പാട്ടിൻ്റെ ശക്തിയും. ഈ ഗാനത്തിനാണ് യൂസഫ് അലിക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചത്. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥ മഴയായി മാറി ഇന്നും പെയ്തു തോരാത്തത് യൂസഫ് അലിയുടെ പാട്ടുകളുടെ ശക്തി കൊണ്ടുകൂടിയാണ്. കൃഷ്ണകൃപാസാഗരം 3 സംസ്കൃത വാക്കുകൾ കൊണ്ട് യൂസഫ് അലി സൃഷ്ടിച്ചത് അചഞ്ചലമായ കൃഷ്ണഭക്തിയുടെ എന്നും ചിരി തൂകുന്ന പേളി തിരുമുടിയാണ്. ജാനകി ജാന എന്ന് തുടങ്ങുന്ന പാട്ടിന് കൈയടിച്ചവരിൽ പണ്ഡിതരും പാമരരുമുണ്ട്. ഇതേ കവി തന്നെയാണ് എഴുതിയതാരാണ് സുജാത നിന്റെ കരിമിഴിക്കോണിലെ കവിത എന്ന ശുദ്ധ മലയാള ഗാനവും സൃഷ്ടിച്ചത്. പ്രേമമെന്നാൽ കരളും കൈമാറുന്ന കരാറ്, കരാറ് തെറ്റി നടന്നാൽ പിന്നെ കാര്യം തകരാറ് എന്ന് പറഞ്ഞ കേച്ചേരി പ്രണയിനിയുടെ കണ്ണിൽ വിരുന്നു വന്ന നീലസാഗര വീഴ്ചകളെക്കുറിച്ചും പൂങ്കിരാവിൽ കണ്ട ഓമലാളെക്കുറിച്ചും പാട്ടുകൾ എഴുതി. സർഗത്തിലെ കഥ കേട്ടപ്പോൾ യൂസഫ് അലിയുടെ മനസ്സിൽ മുഴുവൻ കവിതകളും പല്ലവികളും നിറഞ്ഞിരുന്നു. ബോംബെ രവിക്കൊപ്പം സർഗത്തിലെ മികച്ച ഗാനങ്ങൾക്കായി കൂട്ടുചേർന്ന കവിയും സംഗീതജ്ഞനും പിന്നീട് പരിണയത്തിലും കണ്ടുമുട്ടി. അവിടെയും കാലചക്രത്തിൽ നീങ്ങിപ്പോകാതെ മലയാള സിനിമ എന്നും ഓർക്കുന്ന നിത്യഹരിത ഗാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻ ചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി. തന്റെ രചനകളിൽ ഏറ്റവും ഉത്തമമെന്ന് യൂസഫ് അലി വിശ്വസിക്കുന്ന ചില ഗാനങ്ങൾ: അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ, വേമ്പനാട്ടെ കായലിന് ചാഞ്ചലാട്ടം, എനിക്കൊരു നാവുണ്ടെങ്കിൽ,
അമൃതും തേനും ചേർന്ന 3 തലമുറകളുടെ സംഗീതം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി എന്ന ജോക്കറിന്റെ ഗാനം എഴുതിയ തൂലികയാണ് പേരറിയാത്ത നൊമ്പരത്തെ സ്നേഹമെന്ന് വിശേഷിപ്പിച്ചത്. റസൂലേ റസൂലേ സഞ്ചാരി എന്ന ചിത്രത്തിലെ പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്ന ഗാനം. ഗാനഗന്ധർവൻ യേശുദാസ് സംഗീതം നൽകിയതും യൂസഫ് അലിയുടെ വരികൾക്കായിരുന്നു. സഹ്യസാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണ് എൻ്റെ കേരളം, നീലസാഗരം അതിൻ്റെ തന്ത്രിയിൽ ഉണർത്തിയിടുന്ന സ്വരസ്വാതനം, ഇളകിയാടുന്ന ഹരിത മേഖലകളിൽ അലയടിക്കുന്ന കളനിസ്വരം. കേരളഭൂമി ഇത്രയും മനോഹര ബിംബങ്ങളാക്കി പ്രകീർത്തിച്ച മറ്റൊരു കവി ഉണ്ടായിരിക്കില്ല എന്ന് പറയാം. ദേശീയ പുരസ്കാരവും ഓടക്കുഴൽ, ആശാൻ അവാർഡ് ഉൾപ്പെടെ കാവ്യഹൃദയത്തിലെ സംഗീതത്തിന് കലാമേഖല നിരവധി അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. രവീന്ദ്രൻ സംഗീതം നൽകിയ മഴ എന്ന സിനിമയിലെ പാട്ടിന് ദേശീയ അവാർഡ്. ഗാനരചനയിൽ വയലാറിനും ONV ക്കും മാത്രം ലഭിച്ച ദേശീയ അംഗീകാരം മലയാളത്തിലേക്ക് വീണ്ടും എത്തിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. പിന്നീട് ഗാനരചനയ്ക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങളും നിർമ്മാണത്തിനടക്കം അവാർഡുകളും കേച്ചേരിയെ തേടിയെത്തി. വിയോഗശേഷം 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും ശതാബ്ദങ്ങളെ പാട്ടിലാക്കിയ അനശ്വര കവിയുടെ രചനകൾക്ക് മരണമില്ല. നിലയ്ക്കാതെ ഒഴുകുകയാണ് യൂസഫ് അലിയും അദ്ദേഹത്തിന്റെ സംഗീതവും. ധ്വനിസാന്ദ്രമായ പാട്ടുകൾ. യൂസഫ് അലി ഇന്നും ഒഴുകുന്നു, കവിതകളായും ഗാനങ്ങളായും, നിലയ്ക്കാതെ ഒഴുകുന്ന കേച്ചേരി പുഴ പോലെ.